നമസ്കാരം. വോട്ടോ കിട്ടണില്ല, കുറച്ച് വിവാദങ്ങളെങ്കിലും ഉണ്ടാക്കി രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പപ്പുമോൻ. വിവാദങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ക്യാമറ കണ്ണുകൾ എന്നിൽ വീഴണേ എന്ന് പ്രാർത്ഥിച്ചാണ് പപ്പുമോൻ ഓരോ പ്രസ്താവനയും നടത്തുന്നത്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം താഴ്ന്ന ജാതിക്കാർക്ക് അന്യമാണെന്ന് ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു. ഒരു വിവാദമുണ്ടാക്കി, ലൈംലൈറ്റ് കുറഞ്ഞപ്പോൾ അടുത്ത പ്രസ്താവന ഇറക്കി. എന്താണെന്നറിയോ? ഇന്ത്യയിലെ അസമത്വത്തെക്കുറിച്ചുള്ള സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് ജാതി സെൻസസ് പ്രധാനമാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. എല്ലാവർക്കും ഇടയിൽ വിഭവങ്ങളുടെ തുല്യമായ വിതരണം ഉറപ്പാക്കണമെന്ന BR അംബേദ്കറുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ തന്റെ പാർട്ടി പോരാടുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വയനാട്ടിൽ വോട്ട് തെണ്ടാൻ പോയെന്നല്ലാതെ അവരെ തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഈ പപ്പുമോൻ. എന്നിട്ടാണ് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ നോക്കാൻ നടക്കുന്നത്. ശരി, UGC മുൻ ചെയർമാനും അക്കാഡമിഷ്യനുമായ സുപ്രിയോ തൊറാട്ടുമായുള്ള സംഭാഷണത്തിലാണ് അടുത്ത വിവാദം സൃഷ്ടിച്ചത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമോ ഉദ്യോഗസ്ഥ പ്രവേശന സംവിധാനങ്ങളോ ദളിതർക്കും OBC-കൾക്കും ആദിവാസികൾക്കും നീതിയുക്തമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പൂർണ്ണമായ തെറ്റിദ്ധാരണ മാത്രമാണ്. ജാതി സെൻസസ് ഈ അസമത്വത്തിന്റെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പാണ്. അതുകൊണ്ടാണ് BJP ഇത് അംഗീകരിക്കാത്തത് എന്നാണ് പപ്പുമോൻ പറയുന്നത്. ഒരു കഴമ്പുമില്ലാത്ത കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടാറില്ല. സോറി പപ്പുമോൻ. ബാബാ സാഹിബിന്റെ സ്വപ്നം ഇപ്പോഴും അപൂർണമാണ്. അദ്ദേഹത്തിന്റെ പോരാട്ടം ഭൂതകാലത്തെ കുറിച്ച് മാത്രമല്ല, ഇന്നിനെ കുറിച്ചും കൂടിയാണ്. നമ്മുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നമ്മൾ അതിനെതിരെ പോരാടും. ഈ പോരാട്ടമൊക്കെ നമ്മൾ കുറെ കണ്ടതാ. ഈ വിദേശ ഫണ്ട് വാങ്ങി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യയെ നശിപ്പിക്കാൻ നടക്കുന്ന ഡമ്മി പീസാണ് രാഹുൽ ഗാന്ധി എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ് BJP ദേശീയ വക്താവ് CR കേശവൻ. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ മെറിറ്റ് സിസ്റ്റത്തെ കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ മോശം വാക്കുകൾ പാർട്ടിയുടെ വംശപരമ്പര മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് BJP പ്രതികരിച്ചു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം താഴ്ന്ന ജാതിക്കാർക്ക് അനുകൂലമല്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. മെറിറ്റിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ഞെട്ടിക്കുന്ന പ്രസ്താവന കോൺഗ്രസിന്റെ സ്വജനപക്ഷപാതപരവും ഫ്യൂഡൽ മനോഭാവവും വ്യക്തമായി തുറന്നു കാട്ടുന്നു. രാജവംശ കോൺഗ്രസ് ചരിത്രപരമായി എപ്പോഴും തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ പൂർണ്ണ പ്രതിബദ്ധതയിലൂടെയും പൊതുജീവിതത്തിൽ മുന്നേറിയ SC, ST, OBC സമുദായങ്ങളിലെ അർഹരായ നേതാക്കളെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനും വികസനത്തിനും സുരക്ഷയ്ക്കും പ്രധാന പരിഗണന നൽകുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് പപ്പു ബേബി മറന്നുപോയി. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.